ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എന്താ പറയാ, നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞു ഓൾറെഡി. ലോഞ്ച് അല്ലാതെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ലോഞ്ച് അല്ലാതെ നമ്മളുടെ ഒരു എപ്പിസോഡ് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ലോഞ്ചിനെ പറ്റി ഒരു റിവ്യൂ പറയാനല്ലേ. ഒരു ഗ്രാൻഡ് ലോഞ്ച് ആയിരുന്നു. ലാലേട്ടനെ പറ്റി പിന്നെ പറയാനില്ലല്ലോ, പൊള്ളിയായിരുന്നു. അപ്പൊ നമ്മുടെ ലോഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ വീട് ബിഗ് ബോസ് വീട് നമ്മളെ ഒന്ന് കാണിച്ചു തന്നു. ലാലേട്ടൻ എല്ലായിടവും പോയി എല്ലായിടവും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലായിടവും ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ബിഗ് ബോസ്. ഈ ഒരു സീസൺ 7 വരെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗാർഡൻ, ഏറ്റവും കൂടുതൽ ആൾക്കാർ എപ്പോഴും ഇരിക്കുന്ന ഒരു സ്ഥലവും ഏറ്റവും കൂടുതൽ ഫൈറ്റ് നടക്കുന്ന ഒരു ഏരിയ ഒക്കെയാണ് ഗാർഡൻ. അപ്പൊ ഇത്തവണ ഗാർഡൻ എന്ന് പറയുന്നത് അടിപൊളി, ഏറ്റവും വലിയ സീസൺ 7 വരെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗാർഡൻ ആണ് നമുക്ക് വേണ്ടി ഈ സീസണിൽ ഒരുക്കിയിരിക്കുന്നത്. അത് കൂടാതെ ബിഗ് ബോസ് വീടിന്റെ അകമാണെന്നുണ്ടെങ്കിൽ, പിന്നെ ബിഗ് ബോസിന്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്പം ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. അത് ലാലേട്ടൻ എടുത്ത് ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതും ഇനി എന്തെങ്കിലും പണിയാണോന്ന് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വീടിന്റെ അകം മുഴുവൻ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത വീടായിരുന്നു. അപ്പൊ അതിനുശേഷം എന്താ പറയാ, ഒരു സ്പെഷ്യൽ റൂം അവിടെ ഉണ്ടായിരുന്നു, ഒരു പണിപ്പുര എന്ന് പറയാം. അത് എന്താണെന്നുള്ളത് ഇനി മുന്നോട്ട് പോകുമ്പോഴേ നമുക്കറിയുള്ളൂ. മുന്നോട്ട് പോകുന്ന ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് അതെന്താണെന്നുള്ളത് നമ്മൾ അറിയാൻ പോകുന്നത്. അതിനുശേഷം എന്താ പറയാ, ബെഡ്റൂം, കഴിഞ്ഞ സീസണിലൊക്കെ 4 സെപ്പറേറ്റ് ബെഡ്റൂംസ് ഒക്കെ ആയിരുന്നു. ഈ തവണ ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ. എല്ലാവരും കൂടി ആ ബെഡ്റൂമിലാണ്. അങ്ങനെ വേണമെന്ന് പ്രേക്ഷകർ കഴിഞ്ഞ സീസണിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവർ കണക്കിലെടുത്ത് ഇത്തവണ ഒറ്റ ബെഡ്റൂമേ ആക്കിയിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ ഓരോരോ കണ്ടസ്റ്റൻസിനെ ആയിട്ട് ലാലേട്ടൻ വിളിക്കാനായിട്ട് തുടങ്ങി. ആദ്യം നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കാലുകുത്തിയത് കോമണർ അനീഷാണ്. അതായത് പ്രേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരുന്നു കോമണർ അനീഷ്. പക്ഷേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അനീഷിനെ പറ്റി? എനിക്കൊരിച്ചിരി എന്തൊക്കെയോ സ്ട്രാറ്റജി കൊണ്ട് വന്നിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ അനീഷ് കയറിയതിന് ശേഷം നമ്മുടെ അനുമോളായിരുന്നു രണ്ടാമത് കയറിച്ചത്. അനുമോളുടെ അടുത്ത് പറഞ്ഞു, ഈ റൂമിലേക്ക് ആർക്കും പ്രവേശനമില്ല, ബിഗ് ബോസ് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന റൂമാണെന്നൊക്കെ അനുമോളുടെ അടുത്ത് ആദ്യം തന്നെ ഒരു ചൊറിയായിട്ട് ചെന്നു. അപ്പൊ അനുമോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ബിഗ് ബോസ് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനുമോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അതിനുശേഷം അനുമോളെ കണ്ടിട്ട് അനീഷ് ചോദിക്കുകയാണ്, ആരാണ് മനസ്സിലായില്ല. അപ്പൊ അനുമോൾ ചോദിക്കുന്നുണ്ട്, എന്നെ നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, എന്നിട്ട് പറഞ്ഞു, മനസ്സിലായി, നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്, നമ്മുടെ സ്ക്രീനിൽ കാണുന്നതിന്റെ അത്ര സൗന്ദര്യമൊന്നും അനുമോൾക്ക് ഇല്ലാതെ വന്നിട്ട് ആദ്യം തന്നെ അനുമോളെ ചൊറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അനീഷ്. അതിനുശേഷം വന്ന് ഓരോ കണ്ടസ്റ്റൻസിനെയും ചെറിയ രീതിയിൽ, അനീഷിന്റെ സ്ട്രാറ്റജി ആയിരിക്കും നമുക്കറിയില്ല, അതൊക്കെ ഇനി മുന്നോട്ട് പോകുന്നതോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അനീഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനും ഫസ്റ്റ് ഇതുവരെ ഇല്ലാത്ത പോലെ ഒരു സ്പെഷ്യൽ ടാസ്ക് കൊടുത്തിട്ടാണ് എല്ലാ കണ്ടസ്റ്റൻസിനെയും അകത്തേക്ക് കയറ്റി വിട്ടത്. അപ്പൊ അതിൽ വിന്നറായ 3 പേരുണ്ടായിരുന്നു. നമ്മുടെ ബിന്നി, ഷാനവാസ്, ആര്യൻ. ഇവർക്ക് 3 പേർക്കായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഒരു സ്റ്റാർസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 പേർക്കും ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പെട്ടി വന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അപ്പൊ എല്ലാവരും ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ കയറിയതിന് ശേഷം ഇവർക്ക് സ്റ്റാർ ഒക്കെ കൊടുത്തിട്ട് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു, പെട്ടി വന്നിട്ടുണ്ട്, പോയി എടുത്തോളാനായിട്ട് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും പെട്ടി സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ പെട്ടി തുറന്നപ്പോൾ കുട്ടിമാമ ഞെട്ടിമാമയായി എല്ലാവരും. കാരണം എന്താണ്, എല്ലാവരും കൊണ്ടുപോയ സാധനങ്ങൾ കിട്ടിയില്ല. 3 സ്റ്റാർ കിട്ടിയ ആൾക്കാർക്ക് മാത്രം അവരുടെ കംപ്ലീറ്റ് ഐറ്റംസ് ഇൻക്ലൂഡിങ് ഡ്രസ്സ്, കോസ്മെറ്റിക്സ്, എന്താണെങ്കിലും അവർ കൊണ്ടുപോയ എല്ലാ ഐറ്റംസും കിട്ടിയിട്ടുള്ളൂ. ബിഗ് ബോസ് അവിടെ തന്നെ ആദ്യത്തെ പണി, ബിഗ് ബോസിന്റെ ടൈറ്റിൽ അറിയാലോ, അതായത് 7ന്റെ പണിയാണ്. അപ്പോൾ ആദ്യത്തെ പണി ബിഗ് ബോസ് അവിടെ കൊടുത്തു തുടങ്ങി. അങ്ങനെ പിന്നെ ഈ സ്റ്റാർസ് അടിച്ചു മാറ്റാനായിട്ടുള്ള പല പല അടികളും അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയാ, ബിന്നിയുടെയും ഷാനവാസിന്റെയും സ്റ്റാർസ് നഷ്ടപ്പെട്ട് മറ്റു 2 ആൾക്കാർക്ക് കിട്ടി, മറ്റു 2 കണ്ടസ്റ്റൻസിന് കിട്ടി. അതിനുശേഷം ബിഗ് ബോസിന്റെ അറിയിപ്പ് വന്നു, ബിന്നിയും ഷാനവാസും അവരുടെ ഫുൾ ഐറ്റംസും തിരിച്ച് സ്റ്റോർ റൂമിൽ വെക്കണം. അതായത് സ്റ്റാർസ് കയ്യിലുള്ള ആൾക്കാർക്ക് മാത്രം. അപ്പൊ സ്റ്റാർ മിക്കവും ത്രൂ ഔട്ട് ദ സീസൺ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്റ്റാർസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അവരുടെ ഫുൾ ഐറ്റംസ് അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെന്താണ് പറഞ്ഞത്, അതിനുശേഷം ബിഗ് ബോസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പെട്ടി എല്ലാവർക്കും കിട്ടില്ല. അപ്പൊ ചിലരുടെയൊക്കെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒന്നും കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു, അവർ അവിടെ ഇരുന്ന ഐറ്റംസ് ഒക്കെ എടുത്ത് ഉപയോഗിച്ചു. അതിന് ബിഗ് ബോസ് ഫസ്റ്റ് വാണിംഗ് കൊടുത്തു, നിങ്ങളുടെ അടുത്ത് ആരാണ് പറഞ്ഞത് ഇതെടുത്ത് ഉപയോഗിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു.
അതിൻ്റെ ഇടയ്ക്ക് ശൈത്യ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ അതേ പറഞ്ഞതാണ് ഇത് ഉപയോഗിക്കേണ്ടത്, പക്ഷെ ആളും ഉപയോഗിച്ചു. അപ്പൊ അതിന്റെ പേരിൽ അവിടെ ഒരു തർക്കം ഉണ്ടായി. ശൈത്യം ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പറയാൻ ശ്രമിച്ചതാണ്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത്, പക്ഷെ എല്ലാവരും ഉപയോഗിച്ചത് കൊണ്ട് ഉപയോഗിച്ചു, അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിച്ചത് കൊണ്ട് ഉപയോഗിക്കണമെന്നില്ല, പക്ഷെ ആളുടെ ഭാഗം ഒന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചതാണ്. അവിടെ അതൊരു വാക്ക് തർക്കത്തിൽ കലാശിക്കുകയുണ്ടായി. അപ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ ഒരു ദിവസം ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സ്റ്റാർസ് കിട്ടിയ 3 പേരെ വെച്ചിട്ടായിരിക്കും ക്യാപ്റ്റൻസി ടാസ്ക് നടത്താൻ പോകുന്നതെന്ന് വിചാരിച്ചു. നിങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചത്? പെട്ടെന്ന് തന്നെ നമ്മുടെ ബിഗ് ബോസ് വന്നിട്ട് ആദ്യത്തെ ടാസ്ക് കൊടുത്തത് ഒരു നോമിനേഷൻ അല്ല, അതായത് ഏറ്റവും വീക്കായിട്ട് തോന്നുന്ന കണ്ടസ്റ്റന്റിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ അനീഷ്, കോമണർ അനീഷിനായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ അനീഷിന് കിട്ടി. അനീഷ് ക്യാപ്റ്റൻ ആകാൻ ഒരു യോഗ്യത ഇല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും വോട്ട് കൊടുത്തത്. പക്ഷേ ബിഗ് ബോസ് അവിടെ രണ്ടാമത്തെ പണി കൊടുത്തത് എന്താണ്? ബിഗ് ബോസ് അനീഷിനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ കണ്ടസ്റ്റൻസ് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇതൊക്കെ അനീഷിന്റെ സ്ട്രാറ്റജിയാണ്, ക്യാപ്റ്റൻ ആയതിനു ശേഷം സ്വഭാവത്തിൽ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള സംസാരമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അനീഷ് ക്യാപ്റ്റൻ ആയതിനു ശേഷം അവിടെ ആദ്യത്തെ വഴക്ക് സംഭവിച്ചത് രേണുവും ഷാനവാസും തമ്മിലുള്ളതാണ്. അതായത് രേണുവിന് തലവേദന വന്നിട്ട് അത് അനീഷിന്റെ അടുത്ത് പറയുകയും അനീഷ് അത് ബിഗ് ബോസിനോട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഷാനവാസിന് തലവേദന വന്നത് അനീഷ് റിപ്പോർട്ട് ചെയ്തില്ല, അവിടെ പാർഷ്വാലിറ്റി കാണിച്ചു, അവിടെ വേർതിരിവ് കാണിച്ചു, ഇരട്ടത്താപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും അനീഷ് അവിടെ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്, രേണു നേരിട്ട് പറഞ്ഞു. അങ്ങനെ അവിടെ എല്ലാവരും കൂടി ഒരു അടിയൊക്കെ കൂടിയാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് തീർന്നിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് എപ്പിസോഡ് നമുക്ക് കാണാം. അപ്പൊ ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ, സീ യു.